പക്ഷേ ഈ ജീപ്പ് എന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ല, മാനുവലാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പണ്ടത്തെ ലോറിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ വളയൊക്കെ വലിച്ച് നല്ല ബലമെടുക്കും. അതായത് നമ്മളൊരു ജിമ്മിൽ പോയി ഫുള്ള് വേർത്ത് ഒഴുകിയ ഒരവസ്ഥയാണ് ഈ ജീപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഭയങ്കര പാടാണ്. പിന്നെ വണ്ടി ഒന്ന് മൂവ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളയ്ക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. എങ്കിലും സ്റ്റിൽ ഐ ലവ് ഇറ്റ്. ഇത് ഓടിക്കാനൊരു നല്ലൊരു ത്രില്ലാണ്. ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പേര് വിനീസ് പാലസ് ഐഡിയാസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. അതായത് നീണ്ടൂരാണ്, കോട്ടയത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം സാധാരണയായിട്ട് ശരിക്കും ഈവനിങ്ങിലൊക്കെ ചിലപ്പോഴൊക്കെ പോകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സിറ്റിയിലുള്ള അങ്ങനത്തെ ഡ്രൈവ് ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ അല്ല കേട്ടോ. ശരിക്കും ജീപ്പ് ഡ്രൈവിങ് എങ്ങനെയാണെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. കൂടുതലായിട്ട് അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റൊന്നും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെന്താണ്, ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റി പലരും ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ജീപ്പ് ഡ്രൈവിംഗ് ചെയ്യാനുണ്ടായ ഇൻസ്പിറേഷൻ എന്തായിരുന്നു, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് പല വീഡിയോയുടെ അടിയിലായിട്ട് കമൻസുകൾ കണ്ടു. അപ്പം ശരിക്കും ഡ്രൈവിംഗ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അതായത് പുള്ളിയുടെ ഒരു നിർബന്ധം മൂലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവിങ് പഠിച്ചത് തന്നെ. അപ്പം ആദ്യം കാറായിരുന്നു. പണ്ടത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീപ്പയിലായിരിക്കും ആദ്യം പഠിക്കുന്നത്. അപ്പം അന്നൊക്കെ കൂടുതലും പെണ്ണുങ്ങൾ പഠിക്കാറില്ലല്ലോ, ആണുങ്ങളല്ലേ കൂടുതൽ പഠിക്കാറുള്ളത്. അപ്പം അവർക്ക് ജീപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പം കാറിലാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന്, ജീപ്പേ പഠിച്ചവർക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഓടിക്കാം. അപ്പം ഞാൻ കാറിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാറിൽ ഡ്രൈവ് ചെയ്തതിന് ശേഷം ഇപ്പം ജീപ്പ് ഒന്ന് ട്രൈ ചെയ്തു. അപ്പം ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് അല്ല, പവർ ബ്രേക്കൊന്നുമല്ല, നല്ല ഹാർഡാണ്, നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ നോക്കുമ്പോഴത്തേക്കും ഇത് നല്ലൊരു കാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ഓടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഫുള്ള് നമ്മൾ വേർത്തൊരു ജിമ്മിലൊക്കെ പോയ അതേ ഒരു രീതിയിലായിരിക്കും. വലിയൊരു ഹെവി ലിഫ്റ്റിംഗ് ചെയ്തതുപോലത്തെ ഒരു ഫീലായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നല്ലൊരു ഫീലാണ് ജീപ്പ് ഓടിക്കുന്നതിന്. എസ്പെഷ്യലി ലേഡീസ് ഓടിക്കുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് ഒരു വലിയൊരു ഇതായിരിക്കും, അവളത് ഓടിക്കുന്നുണ്ടല്ലോ അങ്ങനെ. ഇപ്പം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. എല്ലാവരും തന്നെ മിക്കവരും തന്നെ വണ്ടി ഓടിക്കുന്നവരാണ്. പിന്നെ ഇതിനകത്തൊരു പകുതിയിലധികം ആൾക്കാർക്ക് ലൈസൻസ് കയ്യിലുണ്ട്. പക്ഷെ വണ്ടി റോട്ടിലേക്ക് ഇറക്കി ഓടിക്കാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പോൾ ആ ധൈര്യം ശരിക്കും നമ്മൾ തന്നെത്താനെ ആർജിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ധൈര്യമില്ലാത്തവരോടായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വഴികളിലൊക്കെ ഓടിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഇത് തന്നെത്താനെ അത് എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ആ ഒരു ധൈര്യം നമുക്ക്, അല്ലെങ്കിൽ വണ്ടി ഏത് വഴിയിലും നമുക്ക് എടുക്കാനുള്ളൊരു ധൈര്യം. അപ്പം എന്നെ സംബന്ധിച്ച് തുടക്ക സമയത്ത് എനിക്ക് വണ്ടിയുടെ രണ്ട് സൈഡ് മുട്ടുമോ അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കുന്നതിൽ ഇങ്ങനെ 2-3 കാര്യങ്ങളിലായിരുന്നു ഭയങ്കര ടെൻഷൻ. ഇപ്പോൾ റിവേഴ്സ് എടുക്കുന്നതിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ടെൻഷൻ. ഇപ്പം ജീപ്പാണെങ്കിൽ ശരിക്കും ടെൻഷനാണ്. പക്ഷേ കാറ് റിവേഴ്സ് നമുക്ക് ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും പ്രശ്നമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇങ്ങനെ ക്ലച്ച്, ഗിയർ, അതിൻ്റെ ആ ഒരു ബാലൻസ്, അതെങ്ങനെയാണ് നമ്മൾ ഫസ്റ്റിൽ ഹെവി ട്രാഫിക്കിൽ പോകുന്നത്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ സാധാരണ വണ്ടിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിൽ ഏത് വണ്ടിയും നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഓട്ടോമാറ്റിക് വണ്ടിയൊന്നും. എനിക്ക് ഡ്രൈവിങ് ചെയ്യണം, അതിനെന്തായാലും ഓട്ടോമാറ്റിക് വണ്ടി എടുത്തേ പറ്റുള്ളൂ, അന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ സാധാരണ ഒരു നോർമൽ ക്ലച്ച് ആൻഡ് ഗിയർ, അതിൻ്റെ ബാലൻസൊക്കെ ഉള്ള അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധാരണ വണ്ടിയിൽ പഠിക്കുക. അപ്പോൾ ഡ്രൈവിംഗ് മാഷ് നമ്മളെ പഠിപ്പിച്ചു എന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡ്രൈവിംഗ് എക്സ്പേർട്ട് ആവത്തില്ല. നമ്മൾ വണ്ടി നിരത്തിലൂടെ ഇറക്കി ഓടിച്ച് പഠിച്ച്
പല പല സിറ്റുവേഷനിൽ സിറ്റിയിലാണെങ്കിലും ചെറിയ ചെറിയ കുടുക്ക് വഴികളിലാണെങ്കിലും ഒക്കെ ഓടിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ധൈര്യം വരത്തുള്ളൂ. അതുപോലെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ സിറ്റിയിൽ ഓടിക്കാൻ അത്ര പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വഴികൾ, അത് ഒരു വണ്ടി പോകാനുള്ള സ്ഥലത്തൂടെ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ വളരെയധികം എക്സ്പേർട്ട് ആവുന്നത്. ഇപ്പം ഞാൻ പല പല വീഡിയോസിൽ ആദ്യമൊക്കെ ഇട്ടപ്പോഴത്തേക്കും പലരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ ചേച്ചി ഈ കുഞ്ഞു വഴി കൂടെ വണ്ടി ഓടിക്കണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓർക്കണേ, എനിക്ക് ഏറ്റവും ടെൻഷൻ ഈ കുഞ്ഞു വഴി കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം വേറെ വണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് തിരിച്ച് മാറ്റാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ സിറ്റിയിലാകുമ്പോൾ അതല്ലല്ലോ, നമ്മളൊരു വൺ വേ പോലെ അങ്ങ് പോകുന്നു, തിരിച്ച് അപ്പുറത്തോടെ ആ സൈഡിൽ കൂടെ തന്നെ വണ്ടികളൊക്കെ പോകുന്നു, നമുക്ക് അങ്ങനെ ഓവർടേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ശരിക്കും അത് സിറ്റിയിൽ സേഫാണ്. ശരിക്കും കൂടുതൽ കുഞ്ഞു വഴികളിൽ ഓടിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ശരിക്കും ടെൻഷനുള്ളത്. അപ്പം ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ വണ്ടികളൊക്കെ എടുത്ത് ജസ്റ്റ് ഓടിച്ച് പഠിക്കുക. നമുക്ക് ഏത് സാഹചര്യത്തിലും, ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ലേഡീസ് ആണെങ്കിലും ആണുങ്ങളാണെങ്കിലും എല്ലാവരും നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത് അതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണോ ഒരു എമർജൻസി വരുന്നത്, അങ്ങനെ വരുമ്പോൾ നമുക്ക് വണ്ടി ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നീണ്ടൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നീണ്ടൂരെത്തി നമുക്ക് ചെറിയൊരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി ഡ്രൈവിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ഒരു അടിപൊളി സീൻ കാണിച്ചു തരാം കേട്ടോ. സൂര്യാസ്തമയമാണ്. ഇപ്പം സമയം ഇവിടെ ഒരു 5 മണി 5:15 5:30 ആയിട്ടുണ്ട്. ഞാൻ 5 മണി ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഇവിടെ എത്തിയപ്പോൾ 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാമേ. അപ്പോൾ എല്ലാവരും സൂര്യാസ്തമയമൊക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ ഇത് ഡ്രൈവിങ് പഠിച്ചതിൻ്റെ ഒരു പ്രയോജനമാണ് ഇപ്പോൾ കണ്ടത്. തന്നെത്താനെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്കൊക്കെ പോകാനുള്ള ആ ഒരു നമുക്ക് വീട്ടിലാണുങ്ങളുടെ സഹായമില്ലാതെ നമുക്ക് പുറത്ത് പോകാം. അപ്പോൾ അത്യാവശ്യം ഒരു കടയിൽ പോകണമെന്നാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ എമർജൻസി വന്നാലും എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ പെഡൽ പമ്പിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അത് കാണിച്ചു തരാം. ഗിയർ ചേഞ്ചിങ് എങ്ങനെയെന്ന് ജസ്റ്റ് ബേസിക് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ജീപ്പിന് ശരിക്കും 4 ഗിയറേ ഉള്ളൂ. പിന്നെ അതുപോലെ 4x4 ഗിയറുണ്ട്. അപ്പം സാധാരണ നമ്മൾ കാറിലുള്ളതിന് പോലെ തന്നെ ഫസ്റ്റിലിടുക. ഫസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കാറിനുള്ളത് പോലെ തന്നെ താഴത്തേക്കാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഫസ്റ്റിലിട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ന്യൂട്രലിട്ടുകൊണ്ടാണ് നമ്മൾ വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാമുള്ളൂ. അപ്പം ഞാനിതിപ്പോൾ റിവേഴ്സിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ റിവേഴ്സ് എടുക്കണമെങ്കിലും ഇതുപോലെ തന്നെ ബ്രേക്കിലും ക്ലച്ചിലുമാണ് ഫുൾ കാലുണ്ടായിരിക്കുന്നത്. അപ്പം ബ്രേക്ക് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം ക്ലച്ച് പകുതി ലൂസാക്കി കൊടുക്കുക. അപ്പോൾ ക്ലച്ച് ഒന്ന് ഒരു ഒരു പകുതി നമ്മൾ കാലൊന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒന്ന് ഒരു ഷിവറാവും അല്ലെങ്കിൽ വണ്ടി ഒന്ന് മൂവ് ചെയ്യുന്നത് പോലെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ സൗണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ആ സൗണ്ട് ഒന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി, ഹാഫ് ക്ലച്ച് ആയെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആട്ടോ വണ്ടി അനങ്ങത്തുള്ളൂ. അപ്പം പിന്നെ ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര സ്പീഡിൽ അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ബ്രേക്കും ക്ലച്ചും ആ ഒരു ചെറിയൊരു ബാലൻസ് വേണം, അപ്പോഴാണ് വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ ഇത് റിവേഴ്സാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചത്. അപ്പം ഹാഫ് ക്ലച്ചിലാണ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, അതുപോലെ ബ്രേക്ക് കൊടുക്കുന്നു, അങ്ങനെ ഒരു ഇതിലാണ്. അപ്പോൾ റിവേഴ്സ് എടുത്തു. ഓക്കെ, ഈ സെയിം കേസ് തന്നെയാണ് നമ്മൾ ഫസ്റ്റിലിട്ട് വണ്ടി പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഗിയർ താഴത്തേക്ക് ആക്കുക എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ജീപ്പിനുള്ളൂ. അപ്പോൾ ഗിയർ ഫസ്റ്റിലേക്കാക്കി നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു, ബ്രേക്കും ഫുള്ളായിട്ട് ഒരു റിലീസ് ചെയ്യുന്നു. നമുക്കൊരു ചെറിയൊരു പിടുത്തം വേണം. ഫുള്ളായിട്ട് ക്ലച്ചും
ബ്രേക്കും എടുക്കുമ്പോഴത്തേക്കും വണ്ടി ഫുൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, വണ്ടി ഓഫായി പോകും, എൻജിൻ അത് കേടാണ്. അപ്പോൾ എപ്പോഴും ഒരു ഹാഫ് അത് നമ്മളത് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ്. ഈവൻ നമ്മൾ വീടിൻ്റെ മുറ്റത്തിട്ടതാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ആ ഹാഫ് ക്ലച്ച് വണ്ടി ഒന്ന് മൂവ് ചെയ്യുന്ന ആ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് റോട്ടിൽ കൂടെയൊക്കെ ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഹെവി ട്രാഫിക്കിലൊക്കെ ഓടിച്ച് പഠിച്ചാലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേടി മാറത്തുള്ളൂ. പിന്നെ നമുക്ക് ഇപ്പോൾ വണ്ടി പെട്ടെന്ന് നിന്ന് പോകുന്ന ആ ഹാഫ് ക്ലച്ച് അറിയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ബെയർ ഫൂട്ടിൻ്റെ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പെഡൽ പമ്പിങ്ങിൻ്റെ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇപ്പം ഞാനൊക്കെ തുടങ്ങി ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് ഇങ്ങനെ മറ്റുള്ളവർ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും അവരുടെ ആ ബെയർ ഫുട്ടിലേക്ക് അല്ലെങ്കിൽ ആ കാലിൽ പെഡൽസിൻ്റെ ആ സൈഡിലേക്ക് നമ്മൾ നോക്കുമായിരുന്നു എങ്ങനെയാണിത് ചെയ്യുന്നത്. കാല് ഞെക്കുമ്പോൾ തന്നെ ഗിയർ മാറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എപ്പോഴും അല്ലാത്ത സമയത്ത് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ കാല് വെക്കാറില്ല, നമ്മൾ ഉള്ളി ആക്സിലേറ്ററിൽ മാത്രമേ കാല് വെക്കാറുള്ളൂ. അങ്ങനെ പല കാര്യങ്ങളിലും ഒബ്സർവേഷനിലൂടെ പഠിക്കുമായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ അപ്പോൾ നമുക്ക് അവരുടെ കാലിരിക്കുന്നതുകൊണ്ട് ശരിക്കും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഡ്രൈവിങ് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് വളരെ നല്ലതായിരിക്കും. അവർക്കൊരു ഇതെന്താണ് സംഭവം, എപ്പോഴും എങ്ങനെയാണ് വെക്കുന്നത്, എന്താണ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഡ്രൈവിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് കുറച്ച് തിരക്കൊക്കെ വന്നുകൊണ്ടാണ് പല വീഡിയോസും ഇടാതിരുന്നത്. പല വണ്ടികൾ ഡ്രൈവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഓഫ് റോഡ് വീഡിയോസ് കാണിക്കണം എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുതിയ വീഡിയോകൾ പുറമേ സമയം കിട്ടുന്നത് പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഇനിയും സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് എൻ്റെ മൂത്ത മോനാട്ടോ. അവനാണ് ഈ വീഡിയോസ് എല്ലാം എടുത്തത്, എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടി പുറത്തൊരു ഔട്ടിങ് പോയത്. അപ്പോൾ എൻ്റെ കൂടെ ഇതെല്ലാം പറയുന്നതനുസരിച്ച് അവനും ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഈ ജീപ്പ് ഓടിക്കാൻ നല്ല പാടാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമൊന്നുമല്ല. കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പവർ സ്റ്റിയറിംഗ് ആണ്, വളരെ എളുപ്പമാണ്. പക്ഷെ ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ മാനുവലാണ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടികളും ഇല്ല, പവർ സ്റ്റിയറിംഗ് അല്ല. അപ്പം നല്ല പാടാണ്. ശരിക്കും പണ്ടത്തെ ലോറികളൊക്കെ ആൾക്കാർ ഇങ്ങനെ വലിഞ്ഞ് ഓടിക്കത്തില്ലേ, അതുപോലെ പാടാണ്. ശരിക്കും നമ്മളൊന്ന് ഓടിച്ചു ഇതിനകത്ത് നിറയെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സ്ഥിരമായി എൻ്റെ ഡ്രൈവിംഗ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.